തീജ്വാല ശുശ്രൂഷയുടെ അർത്ഥം വിശദീകരിക്കാൻ പിതാക്കന്മാരുടെ ആരാധന ക്രമത്തിലെ ഒരു വാചകം നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം പെടുത്തുകയാണ്. ഈ ജനനപ്പെരുന്നാളിന്റെ സന്ധ്യാപ്രാർത്ഥനയുടെ തുടക്കത്തിൽ പിതാക്കന്മാർക്കുണ്ടായിരുന്ന ഒരു അനുഭവം നമ്മളും ആർജിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുകയാണ്. ജനനപ്പെരുന്നാളിന്റെ സന്ധ്യാസമയത്ത് ഇങ്ങനെയാണ് പ്രാരംഭ പ്രാർത്ഥന. ദൈവമാകുന്ന കർത്താവ്, പരിശുദ്ധ സ്വറപ്പന്മാരോടൊന്നിച്ച് അവിതർക്കിതമായ നിനക്ക് ഖാദീശ് അല്ലെങ്കിൽ പരിശുദ്ധൻ എന്ന് പാടുവാനും വാഴ്ത്തപ്പെട്ട ക്രൂവന്മാരൊന്നിച്ച് സംശയരഹിതമായി നിന്നെ സ്തുതിപ്പാനും ഉയരത്തിലെ മൊറാവോസന്മാരോടൊന്നിച്ച് നിർവിഘ്നം നിന്നെ പുകഴ്ത്തുവാനും സ്വർഗീയരോടൊന്നിച്ച് നിക്ഷേപപാത്രത്തിൽ ആത്രമായി നിന്റെ പെരുന്നാൾ ആഘോഷിപ്പാനും പരമാർത്ഥികളായ ഇടയന്മാരോടുകൂടി മടിയില്ലാതെ നിന്റെ കീർത്തനം പാടുവാനും വിദ്വാൻമാരോട് ഒന്നിച്ച് നിർബാധം നിന്നെ വന്ദിപ്പാനും നിന്റെ മാതാവായ മറിയാമനോടും ഭർത്തപിതാവായ യോസേഫിനോടും ഒന്നിച്ച് അന്ത്യമില്ലാതെ നിന്നെ സന്തോഷിപ്പാൻ ഞങ്ങൾ യോഗ്യരാക്കണം. അപ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത സന്തോഷത്തിന്റെ അനുഭവമാണ് ഈ ബേത്ലഹേമിൽ വന്നവർക്കെല്ലാം ഉണ്ടായത്. നമ്മളും ആ അനുഭവം പങ്കിടാൻ പോവുകയാണ്. അന്ന് ബേത്ലഹേമിൽ വന്ന് സന്തോഷിച്ചവരൊക്കെ ഇന്നിവിടെയും എത്തും. അവരെ സ്വീകരിക്കാൻ പോവുകയാണ്. അന്ന് ആദ്യമായി സന്തോഷിച്ചത് മാതാവും യോസേഫുമാണ്. അവരിന്നിവിടെ വരും. അന്ന് മാലാഖമാർ സന്തോഷത്തോടെ പാട്ടുപാടി അവരിവിടെ എത്തും. വിദ്വാൻമാർ പുറകെ എത്തി. ഇവർക്കെല്ലാം ഉണ്ടായ ഒരു വലിയ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിട്ടില്ലാത്തൊരു ആനന്ദം ഉണ്ടായി. അവരെല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ തീ കത്തിക്കുന്നത്. ഈ തീ കത്തിക്കലുമായിട്ട് വരവും തമ്മിൽ എന്താണ് ബന്ധം അതറിയണമെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഗിദെയോന്റെ ജനന വാർത്ത അറിയിക്കുവാൻ ഒരു ദൂതൻ മനോഹയെ സന്ദർശിക്കുന്ന രംഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ആ വാക്യം ഒന്ന് വായിക്കാവോ? ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കാവോ? ന്യായാധിപന്മാരുടെ പുസ്തകം അഗ്നിജ്വാല യാഗപീഠത്തിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജാലയോട് കൂടെ അപ്രത്യക്ഷനായി. അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ദൂതൻ മനോഹയോടെ അവർക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ആ കുഞ്ഞ് ന്യായാധിപനായി ഇസ്രായേൽക്കാരെ പീഡിപ്പിക്കുന്ന അന്യജാതിക്കാരിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന രക്ഷകനായി സംരക്ഷകനായി ദൈവം അയക്കുന്ന ഒരാളായിട്ട് വരുമെന്നുള്ള കാര്യം ജനനവാർത്ത അറിയിച്ചപ്പോൾ ആ മനോഹയ്ക്കും മനോഹയുടെ ഭാര്യയ്ക്കും വലിയ സന്തോഷമായി. പക്ഷെ ഈ ദൂതൻ ദൈവത്തിന്റെ സന്നിധിയിലാണ് വന്നതിപ്പോൾ എങ്ങനെ അറിയുന്നു? ഏത് ദൂതനായത്? അപ്പൊ അതൊന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു ആവശ്യമായിരുന്നു. ദൈവത്തിൽ നിന്ന് തന്നെയാണ് ഈ ദൂതൻ വന്നതെന്നുള്ളൊരു ഉറപ്പ് അവർക്ക് വേണമായിരുന്നു. അതൊന്നും അതിനുവേണ്ടി അവരെ ചോദിച്ചു, ഞങ്ങളിതെങ്ങനെ അറിയുന്നു ഇപ്പം ദൈവത്തിന്റെ ദൂതനാണെന്നൊക്കെ. അപ്പൊ ആ സംശയം തീർക്കാൻ വേണ്ടിയാണ് നിങ്ങളൊരു ഒരു ജ്വാല ഉണ്ടാക്കാൻ പറഞ്ഞു. ആ ജ്വാല എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയാ ജ്വാല ഉണ്ടാക്കിയത്? ഏതെല്ലാം സാധനങ്ങൾ എന്തൊക്കെ നോക്കിയാന്ന് വായിച്ചിട്ട് ആ 20-ന്റെ മുമ്പിൽ ആ ജ്വാല ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നോക്കിയാണ്. ആ ഒരു യഹോവയുടെ ദൂതൻ അവനോട് എന്റെ പേര് ചോദിക്കുന്ന എന്തിന്? അത് ഗ്രഹിക്കാവുന്നതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മനോഹ ഒരു കോലാട്ടിൻകുട്ടിയെ ഭോജനയാഗത്തോടൊപ്പം കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം അർപ്പിച്ചു. മനോഹയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ യാഗം അർപ്പിച്ചു. ഒരു പാറയിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ദൂതൻ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. എന്തായിരുന്നു ദൂതൻ നടത്തിയത് അത്ഭുതം? അഗ്നിജ്വാല യാഗപീഠത്തിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജാലയോട് അപ്രത്യക്ഷനായി. അപ്പൊ ദൂതൻ ചെയ്തത് ആ അഗ്നിജ്വാലയിൽ കയറി അതിലേ കൂടെ മുകളിലോട്ട് പോയിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇത് വന്നയാണ് അഗ്നിമയനാണ്. അഗ്നിമയനായതുകൊണ്ട് അഗ്നിയിലൂടെ കയറി പോകാൻ സാധിച്ചാൽ ഇറങ്ങി വരാൻ സാധിക്കുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അഗ്നിജാലയിൽ കൂടെ കയറിപ്പോയാണ് അഗ്നിജാലയിലൂടെ ഇറങ്ങി വരാനൊക്കെയല്ലേ നോക്കൂ. അതിനായി ഈ തീജ്വാല ഉണ്ടാക്കുമ്പോൾ. അപ്പൊ നമ്മൾ പോയിപ്പോ ഒരു തീജ്വാല ഉണ്ടാക്കും, ഒരു യാഗം നടത്താൻ പോവുക. കുരിശാകൃതിയിൽ ഒരു കുഴി ഉണ്ടാക്കി അതിൽ നമ്മുടെ യോശാനയ്ക്ക് നമ്മൾ വാഴ്ത്തിയതായ കുരുത്തോല മറ്റു പല സാധനങ്ങൾ ചേർത്ത് ഒരു തീജ്വാല ഉണ്ടാക്കാൻ പോവുക. അപ്പൊ ആ തീജ്വാലയിലേക്ക് ആരെല്ലാം ഇറങ്ങി വരും?
അഗ്നിമയരായിരിക്കുന്ന ദൂതന്മാരെ യോസേപ്പെ, മറിയാമെ, ഇവരെല്ലാം ഇറങ്ങി വരുമെന്നാണ്. എന്തിനാ നമ്മളെ കാണാൻ നമ്മളോടൊപ്പം. എന്നിട്ട് വന്നിട്ട് അവരെവിടെ അവരങ്ങ് പോകുള്ളൂ. വന്ന വഴിയെ തന്നെ അവര്. അപ്പൊ അവർക്ക് വരാനും പോകാനൊരു മാധ്യമം ഉണ്ടാക്കുകയാണ് ഈ തീരുമാന. അപ്പൊ നമ്മുടെ ഹൃദയം ഇതുപോലെ ദൈവസ്നേഹാഗ്നിയെ ജ്വലിക്കുന്ന യാഗപീഠമാകുമെങ്കിൽ അവിടെയും കർത്താവ് വരികയും പോവുകയൊക്കെ കർത്താവ് വിശുദ്ധന്മാരും മലാഖമാരും എല്ലാം വന്നേച്ച് പോകും. ഈ ധൂപക്കുറ്റിയും അത് തന്നെയാണ് കാണിക്കുന്നത്. ധൂപക്കുറ്റിയിലെ ആ ധൂപ പുകയിലൂടെ വിശുദ്ധന്മാരിറങ്ങി വരികയും കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മൊബൈൽ ധൂപക്കുറ്റിയാകാം, ഒരു തീജ്വാലയായിട്ട് മാറാം. 39 സങ്കീർത്തനത്തിൽ എപ്പോഴാണ് ഈ തീ ഉണ്ടാകുന്നതെന്ന് നോക്കിയാട്ട് 39 സങ്കീർത്തനത്തിൽ ഞാൻ യഹോവയ്ക്കായി, എന്നിട്ട് 39 എങ്ങനെയാ പറയുന്നത്? എപ്പോഴാണ് ഇങ്ങനെയൊരു തീ നമ്മുടെ അകത്തുണ്ടാകും? തീജ്വാല ഉണ്ടാകേണ്ടത് എപ്പോഴാണ്? ഹൃദയ യാഗപീഠത്തിലും തീ ഉണ്ടായാൽ അവിടെയും വിശുദ്ധന്മാരും മലാഖമാരും വരികയും പോവുകയും ചെയ്യും. യാക്കോബ് ഒരു തലയണയായിട്ടൊരു കല്ല് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദർശനം കണ്ട്. എന്നതാ? ആ ഒരു ഗോവണിയിലൂടെ വരികയും പോവുകയും ഇതിന്റെ എല്ലാം സൂചനയായിട്ടാണ്. കണ്ടോ? അത് 39 സങ്കീർത്തനം അങ്ങനെയാ പറയുന്നത്. എങ്ങനെയാ തുടങ്ങുന്നത്? എപ്പോഴാണ്? നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എന്റെ വഴികളെ സൂക്ഷിക്കും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കഴിഞ്ഞ ദിവസത്തെ സന്ദേശം അതായിരുന്നു, നമ്മുടെ നാവിന്റെ നിയന്ത്രണം. നോമ്പ് കാലത്തെ ഏറ്റവും വലിയ നിയന്ത്രണം നാവും ചെവിയും. കേൾക്കരുതാത്ത കേൾക്കാതിരിക്കുക, പറയരുതാത്ത പറയാതിരിക്കുക. നാവിനെയും ചെവികളെയും പഞ്ചേന്ദ്രിയങ്ങളെയും ശുദ്ധീകരിച്ചാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളോട് ദൈവത്തെ കാണാനും ദർശിക്കാനും അനുഭവിക്കാനും സാധിക്കും. അപ്പൊ ഈ നോമ്പിൽ ഉദ്ദേശം അതായിരുന്നു, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കുകയായിരുന്നു. അത് അരുതാത്തതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുക, അരുതാത്തതെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ കേൾപ്പിച്ചിട്ടുണ്ട് അതിന് ക്ഷമ ചോദിച്ച് പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധീകരിച്ചാൽ നമുക്ക് സ്വർഗസ്ഥനായ ദൈവത്തെയും ദൈവത്തിന്റെ മകനെയും അവിടുന്ന് വരുന്ന ദൂതന്മാരെല്ലാം കണ്ട് ആനന്ദിക്കാൻ സാധിക്കും. അതാണ് ക്രിസ്മസിന്റെ ആനന്ദം. അത് പങ്കിടാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ഇപ്പം തീജ്വാല നമ്മുടെ ഹൃദയത്തിലും ഇപ്പൊ താഴെ ഉണ്ടാക്കുന്ന തീജ്വാല അധികം നമുക്കത് കെട്ടുപോകും. പക്ഷെ നമ്മുടെ ഹൃദയത്തിലെ തീജ്വാല കെടാൻ പാടില്ല. അതൊക്കെ എന്തൊക്കെ ചെയ്യണം? 39 സങ്കീർത്തനത്തിൽ ഇപ്പൊ നാവിനെ ശരിക്കും നിയന്ത്രിച്ചോണം. ഞാൻ ചൂടുപിടിച്ച് ധ്യാനത്തെങ്കിൽ തീ കത്തി അപ്പം നാവെടുത്തു. ആ സംസാരത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ ധൂപക്കുറ്റി കത്തി സ്വന്തം പോലും ഉള്ളിലേക്ക് പോയി അത് അവിടെ ചെന്ന് അനുഗ്രഹമായി മടങ്ങി വരും. അപ്പൊ ക്രിസ്തുമസ് ആഘോഷം അനുഗ്രഹമാകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ജ്വലിക്കുന്ന ചലിക്കുന്ന തീജ്വാലയായി മാറണം. അഗ്നിമയന്മാരായി ഇറങ്ങി വരാൻ നമ്മളും അഗ്നിമയരായിട്ട് മാറണം എന്നുള്ളത്. എന്നിട്ട് വിശുദ്ധ കുർബാന ഉപയോഗിക്കുമ്പോൾ അഗ്നിമയന്മാർ ആരെയും നോക്കി വരച്ചിരുന്ന അവനെ നമ്മൾ ഭക്ഷിച്ചാൽ അവരെ പോലെ ആയിത്തീരുക. ഈ ലാഭത്തോടുകൂടി ഇപ്പോൾ നമ്മൾ താഴേക്ക് പോവുകയാണ്. ഈ തീജ്വാലയിൽ നമ്മൾ തന്നെ സുഗന്ധമായി ഉയരുന്നതിന്റെ പ്രത്യേകമായിട്ടാണ് നമ്മൾ കുന്തിരിക്കം കൊണ്ടുപോവുക. എല്ലാവർക്കും ഓരോ കുന്തിരിക്കം തന്നുവിടും. ഒരു കയ്യിൽ കുന്തിരിക്കും ഒരു കയ്യിൽ മെഴുതിരിയുമായി നിങ്ങൾ താഴേക്ക് പോവുക. അവിടെ ചെന്ന് ആ തീജ്വാലയിൽ ഞങ്ങൾ തന്നെ സ്വന്തമായിക്കൊള്ളാം, ഞങ്ങൾക്കും ജ്വലിക്കുന്ന ദൈവത്തിന്റെ ഭവനമായി മാറാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് പ്രതിഷ്ഠ പുതുക്കി ബേത്ലഹേമിലെ സന്തോഷം പങ്കിടാൻ പോവുകയാണ്. എഴുന്നേക്കാൻ പോകുന്ന സമയത്ത് പാടേണ്ട പാട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈശനും ഈ മർത്യന്മാർക്കും എന്നുള്ള ആ പാട്ട് പാടിക്കോളി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 2. പുസ്തകമുള്ളവർക്ക് എടുക്കാം, നോക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെ പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്, മേശപ്പുറത്തുണ്ട്. വേണ്ടിയവർക്ക് എടുക്കാം, നോക്കാം. കേൾക്കുന്നതോടെ തന്നെ കാണുന്നത് നല്ലതാണ്. അത് ഹൃദയത്തിൽ സ്പർശിച്ച് ബേത്ലഹേമിൽ ജനിച്ച യേശു നമ്മുടെ ഉള്ളിലും മാമോദിസയിൽ ജനിച്ചതാണ്. ആ ജനിച്ച യേശുവിനെ വളർത്താൻ ഈ വായന, ഈ ആരാധന ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന തുടരുകയാണ്. ഹെറോദയസ് രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തുനിന്ന് മഖൂശന്മാർ യെരുശലേമിൽ വന്നു, യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ വന്ദിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹെറോദേസ് രാജാവും യെരുശലേം ഒക്കെയും പരിഭ്രമിച്ചു. അവൻ പ്രധാനാചാര്യന്മാരെയും ജനങ്ങളുടെയിലെ വേദപണ്ഡിതന്മാരെയും എല്ലാം ഒരുമിച്ച് കൂട്ടി അവരോട് മിശിഹ ജനിക്കുന്നത് എവിടെയായിരിക്കും എന്ന് ചോദിച്ചു. അവർ യഹൂദ്യയിലെ ബേത്ലഹേമിൽ എന്ന് പറഞ്ഞു. യഹൂദ്യയിലെ ബേത്ലഹേമേ, എന്റെ ജനമായ ഇസ്രായേലിനെ
പരിപാലിക്കാനുള്ള രാജാവ് നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട് നീ യഹൂദിയയിലെ പട്ടണങ്ങളിൽ ഒട്ടും കുറഞ്ഞതല്ലെന്ന് പ്രവാചകൻ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അനന്തരം ഹെരോദേസ് ഭൂഷന്മാരെ രഹസ്യമായി വിളിച്ച് അവർക്ക് നക്ഷത്രം കാണപ്പെട്ടതായ സമയം ഏതെന്ന് ചോദിച്ചറിഞ്ഞു. നിങ്ങൾ പോയി ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുവിൻ, കണ്ടെത്തിയാൽ വന്ന് എന്നെ അറിയിക്കുവിൻ, എനിക്കും ചെന്ന് അവനെ വന്ദിക്കണം എന്ന് പറഞ്ഞ് അവൻ അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. രാജാവിൽ നിന്ന് ഇത് കേട്ട് അവർ പുറപ്പെട്ട് അവർ കിഴക്ക് കണ്ടതായ നക്ഷത്രം ശിശു കിടന്നിരുന്നതായ സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അവർ നക്ഷത്രം കണ്ടപ്പോൾ എത്രയും സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവന്റെ അമ്മയായ മറിയാമിനോടുകൂടെ കണ്ടു. അവർ വീണ് അവനെ വന്ദിക്കുകയും തങ്ങളുടെ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് സ്വർണവും മുന്തിരിക്കവും അവനും കാഴ്ചവെക്കുകയും ചെയ്തു. ഹെരോദേസിന്റെ അടുക്കിലേക്ക് തിരികെ പോകരുതെന്ന് അവർക്ക് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായതിനാൽ അവർ വേറെ വഴിക്ക് സ്വദേശത്തേക്ക് പോവുകയും ചെയ്തു. സ്വല്പസമയം ഇരിക്കാം. നമ്മള് കർത്താവിന് ജന്മപ്പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വിശുദ്ധ കുർബാനയുടെ സമയം ഈ വർഷത്തെ കർത്താവിന്റെ ജന്മപ്പെരുന്നാൾ പ്രമാണിച്ച് ഒത്തിരി സന്ദേശങ്ങൾ നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഇന്റർനെറ്റിലൂടെ, മൊബൈൽ ഫോണിലൂടെ, പല മാധ്യമങ്ങളിലൂടെ, എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ ക്രിസ്മസ് സന്ദേശം കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവയെല്ലാം നമുക്ക് ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഉൾക്കാഴ്ചകളാക്കി മാറ്റുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മളൊന്ന് വായിച്ചു കേട്ടതായ തിരുവചനത്തിൽ ബേത്ലഹേമിൽ കല്ലടാവിൽ പിറന്ന പുൽക്കൂട്ടിൽ കിടന്നതായ കർത്താവിനെ കാണുവാൻ നാട്ടിടയന്മാരും വിദ്വാൻമാരൊക്കെ വന്നതിന് ശേഷം നടന്ന ഒരു കാര്യത്തിന്റെ സൂചന ഇതിനകത്തുണ്ട്. ആദ്യം വന്നവരൊക്കെയും കർത്താവിനെ കണ്ട് സന്തോഷിച്ച് ആരാധിക്കുവാൻ വന്നതാണ്. എന്നാൽ ഹെരോദാവ് ഈ കുഞ്ഞിനെ കൊല്ലാനാണ് വരുന്നു എന്നുള്ള കാര്യം ഇത് അന്ന് നടന്ന ഒരു സംഭവം മാത്രമല്ല, എല്ലാ തലമുറയിലും, എല്ലാ ഭവനങ്ങളിലും, എല്ലാ ഇടങ്ങളിലും, എല്ലാ സ്ഥാപനങ്ങളിലും ആവർത്തിക്കുന്ന പ്രതിഭാസമാണിത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന യേശു പൂർണ്ണമായി വളരാത്തതിന് കാരണം നമുക്ക് ഈ യേശുവിനെ വളർത്താൻ പറ്റിയ വഴിയിലൂടെ പോകാൻ കഴിയാഞ്ഞതുകൊണ്ട്, യേശുവിനെ കൊല്ലുന്ന ഹെരോദന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയതുകൊണ്ട് നമ്മുടെ യേശു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ ബന്ധനത്തിനാകപ്പെടുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാനാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നത്. മാമോദിസായ്ക്ക് ശേഷം നമ്മുടെ ഉള്ളിൽ യേശു കുഞ്ഞ് നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ സംരക്ഷകരുടെയും പരിജ്ഞാനക്കുറവുകൊണ്ട്, അനുസരണക്കേടുകൊണ്ട് ഹെരോദാവിന്റെ പിടിയിൽപ്പെട്ടു പോയി കാണും. അതുകൊണ്ടാണ് AD 52 തോമസ് ലീഹ ഇന്ത്യയിൽ യേശുവിനെ കൊണ്ട് നമുക്ക് തന്നെങ്കിലും ഈ ഇന്ത്യ കോടിക്കണക്കിന് പേരുള്ള ഇന്ത്യയിൽ ഇന്ന് വെറും 2.5% ക്രിസ്ത്യാനികളുള്ളൂ. ഒത്തിരി പേര് പല രീതിയിൽ ഇന്ത്യയെ സുവിശേഷീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അവരാരും പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. ഇനിയും ഈ സുവിശേഷത്തിന് ഒത്തിരി ഭീഷണികൾ ഉയർന്നു വരുന്ന സമയത്ത് ഇന്ത്യയിലുള്ള അനേകർ യേശുവിനെ ഇനിയും കാണാനുണ്ട്, അറിയാനുണ്ട്, അവർ വിശ്വസിക്കാനുണ്ട്. അതിന് നമ്മൾ യേശുവിനെ വളർത്തിയതിനകത്തുള്ള തകരാറ് കൊണ്ടാണ് നമ്മൾക്കൂടെ മറ്റുള്ളവർക്ക് യേശുവിനെ കിട്ടാതെ പോയത്. ആ കുറ്റം നമ്മൾ ഏറ്റുപറയാൻ പോവുക. ഇപ്പോൾ ഒരിക്കലും കൂടെ പാപത്തിന് പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ജനിച്ച യേശുവിനെ നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരോ സ്വന്തക്കാരോ ആരോ ഇതുവരെയും ശരിക്കും കണ്ടിട്ടില്ല. അതിനു മുമ്പേ തന്നെ ഹെരോദാവ് കൊച്ചിനെ കൊണ്ടുപോയി കാണും. ആദ്യം നമുക്ക് തിരികെ വാങ്ങിച്ച് യേശുവിനെ വളർത്താനുള്ള ഒരു തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പരിശുദ്ധ മാതാവിനെ ഈ ഹെരോദാവ് വരുന്നു എന്ന് കേട്ടപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഓടാൻ സാധിച്ചത്? ദൈവമാതാവിന്റെ പോഴ്ച പെരുന്നാൾ നാളെ വരുന്നു, ശിശുവധ പെരുന്നാൾ നാളെ കഴിഞ്ഞ് വരുന്നു. അങ്ങനെ മാതാവിന്റെ പോഴ്ച പെരുന്നാളിൽ നാളെ നിങ്ങൾക്ക് വരാനൊക്കുമോ? 7 തൊട്ട് 8 വരെ ഒരു കുർബാനയുണ്ട്. ഇന്നത്തെ ബാക്കിയാണത്. നാളെ കഴിഞ്ഞ് ഒരു മധ്യസ്ഥ പ്രാർത്ഥന വെച്ചിട്ടുണ്ട് 7 മണി മുതൽ. അതെന്തിനാണെന്നറിയാവോ? യേശു കുഞ്ഞിന് വേണ്ടി കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, യേശു കുഞ്ഞിന് വേണ്ടി ഓടാനുള്ളവർക്ക് കരുത്ത് നൽകുവാൻ. അങ്ങനെ ഈ ശിശുവധ പെരുന്നാളും ദൈവമാതാവിന്റെ പോഴ്ച പെരുന്നാളും എല്ലാ വർഷവും ആവർത്തിക്കുന്ന പെരുന്നാളാണ്. ഈ 2 പെരുന്നാളിലും കൂടെ നിങ്ങൾ സംബന്ധിച്ചാലേ ഈ ക്രിസ്മസിന്റെ ആഘോഷം പൂർണ്ണമാകുന്നത് കാര്യം ഓർപ്പിക്കുന്നു. നാളെ കഴിഞ്ഞ് 7 തൊട്ട് 8 വരെയുള്ളതായ സമയം കൊണ്ട് നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകേണ്ടവരെ സൗകര്യത്തിന് വേണ്ടിയും കൂടെ വെളുപ്പിനെ തന്നെ ആ ശുശ്രൂഷ നടത്തുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എന്തിനാണ് ഞങ്ങൾ പെരുന്നാൾ വെച്ചിരിക്കുന്നത്? ഈ കഴിഞ്ഞ കാല ജീവിതത്തിൽ യേശു നമ്മൾ ജനിച്ച ശേഷം ആ യേശുവിനെ വളർത്തുന്നതിന് നമ്മൾ ഒത്തിരി കഷ്ടവും ത്യാഗവും സങ്കടവും സഹിക്കേണ്ടി വരും. പക്ഷെ യേശു ജനിച്ച അന്നു മുതൽ യേശുവിനെ ബേത്ലഹേമിൽ പ്രസവിച്ച അന്ന് വരെയുള്ളതായ രഹസ്യമായ ആനന്ദങ്ങളും സന്തോഷവും മാത്രമേ
ഈ യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കൂ, അതിന് സഹായിക്കൂ എന്നുള്ള കാര്യം വലിയൊരു പാഠമാണ്. മാതാവിന് ഗബ്രിയേൽ മാലാഖയിൽ നിന്ന് കിട്ടിയതായ വചനിപ്പിൻ്റെ ദിവസത്തിലെ സന്തോഷം ജീവകാലം മുഴുവനും നിലനിൽക്കുന്ന ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. അത് മാതാവ് സൂക്ഷിച്ചു വെച്ചു. ഈ യേശു കുഞ്ഞിൻ്റെ ഓരോ ദിവസത്തെയും വളർച്ച മാതാവിന് ആനന്ദം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 9 മാസം തന്റെ ഉദരത്തിൽ കിടന്ന യേശുവിൻ്റെ ഓരോ ദിവസത്തെയും ചലനങ്ങൾ മാതാവിനെ ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയോടെയാണ് യേശു മാതാവിൽ നിന്ന് ജനിച്ചത്. അതുകൊണ്ട് മാതാവിൻ്റെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി അഡ്വാൻസ് ആയിട്ട് അനുഭവിച്ച ആളാണ് മാതാവ്. എന്താ കാരണം എന്നറിയാമോ? ഉയർത്തെഴുന്നേറ്റ് യേശു കഥ അടച്ചിട്ടിരിക്കെ കഥവ് തുറക്കാതെ തോമാസിയായിട്ട് സംശയം തീർക്കാൻ മുറിക്കകത്ത് കയറി. സംശയം തീർത്ത് തൊടിയിച്ചു. തന്റെ മുറിവുകളെ കാണിച്ചു കൊടുത്ത് സംശയം തീർത്ത് എൻ്റെ കർത്താവിൻ്റെ ദൈവം എന്ന് പറഞ്ഞു തോമാസ്ലിയ വലിയ സന്തോഷത്തോടെ തൻ വിശ്വാസപ്രകാരം ഏറ്റുചൊല്ലി അവിശ്വാസിയാകാതെ വിശ്വാസിയായി താൻ ഇന്ത്യയിലേക്ക് വന്നു. ഇപ്പൊ തോമാസ്ലിയായിക്ക് മനസ്സിലായൊരു കാര്യം, കർത്താവിന് കഥ തുറക്കാതെ കയറാൻ കഴിവുണ്ട്, കഥ തുറക്കാതെ വെളിയിൽ പോകാൻ കഴിവുണ്ട്. ആ കഴിവ് തന്നെയാണ് വചനിപ്പിലും നടന്നിരിക്കുന്നത്. കന്യാമറിയാം കന്യകയായിരിക്കുമ്പോൾ കന്യാവൃതത്തിന് ഭംഗം വരാതെ കഥകൾ തുറക്കാതെ അകത്ത് കയറി, കഥ തുറക്കാതെ പുറത്തു ഇറങ്ങി. അപ്പൊ ആയുസ്സിൽ ആദ്യമായി ഉയർപ്പിന്റെ ശക്തി അഡ്വാൻസ് ആയിട്ട് അനുഭവിച്ച ആളാണ് കന്യാമറിയാം. കന്യാമറിയാം കന്യകയായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഉദരത്തിൽ കർത്താവ് പ്രവേശിച്ചു. അതിൻ്റെ ഒരു സന്തോഷം. കർത്താവ് അതുപോലെ തന്നെ കന്യാവൃതത്തിന് ഭംഗം വരാതെ തന്നെ പുറത്തിറങ്ങി, കഥ തുറന്നുമില്ല. ഇതേ ഉയർപ്പിലും ജനനത്തിലും ഒരുപോലെ നടന്ന സംഭവമാണ്. മറിയാമിന് കിട്ടിയ ഭയങ്കര സന്തോഷമാണ് പിന്നെയുള്ള കഷ്ടതകളെല്ലാം സഹിക്കാൻ തന്നെ ശക്തിയാക്കി തീർത്തത്. ഏതെങ്കിലും അമ്മമാരെ പാതിരാത്രി കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടാൻ പറഞ്ഞാൽ ഓടുവോ? ഒത്തിരി ന്യായം അവർക്ക് പറയാനുണ്ട്. പ്രസവിച്ചിരിക്കുന്ന ഒരമ്മയ്ക്ക് ബെഡ് റെസ്റ്റ് ശമ്പള സഹിതം കൊടുക്കാൻ അനുവാദം, അല്ലേ? മെറ്റേണിറ്റി ലീവ് സഹിതം. അപ്പൊ ഏത് ജോലിക്കാർക്കും അവധിയെടുത്ത് കൊച്ചിനെ വളർത്താൻ എല്ലാ നിയമങ്ങളും ആനുകൂലിക്കുന്ന ഒരു സമയമാണ്. കന്യാമറിയാമിനോട് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടാൻ പറഞ്ഞപ്പം എനിക്ക് മെറ്റേണിറ്റി ലീവിന്റെ സമയമാണ്, ഇതെന്നാ ദൈവമാണ്, ഏരോദാവനെ കൊന്നാൽ പോരെ, ഞാനിവിടെ ഒന്ന് കിടന്നോട്ടെ, കൊച്ചിന് ചില പാല് കൊടുത്തോട്ടെ എന്നുവെല്ലാം പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. കൊച്ചിനെ എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം. അതിന്റെ ആ മർമ്മം മനസ്സിലായി. ഏരോദാവ് ഭരിക്കുന്ന കാലത്ത് ഏരോദാവിനെ കൊല്ലാൻ, ഈ കൊച്ചിനെ കൊല്ലാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. കാരണം അവന്റെ രാജ്യത്തിൽ അവൻ അറിയാതെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓടുകയെ നിവൃത്തിയുള്ളൂ. അത് ഭീരുത്വത്തിന്റെ ഓട്ടമല്ല, അത് മനുഷ്യജാതിയെ രക്ഷിക്കാൻ വേണ്ടി താൻ പ്രായപൂർത്തിയാകുന്നവരെ തന്റെ രക്തം വളർത്തിയെടുത്ത് രക്തം മുഴുവനും മനുഷ്യന് ഊറ്റി കൊടുക്കണം. 33.5 കൊല്ലമാകുമ്പോഴേക്ക് തന്റെ രക്തം പിശാച് ചോദിച്ചിടത്തോളം കൊടുക്കാനൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ളൊരു മുൻകരുതലായിട്ടാണ് ഓടിയെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നത്. അപ്പൊ പാതിരാത്രിയിൽ കുഞ്ഞിനെ പുതപ്പിനകത്ത് കെട്ടിയിട്ടുകൊണ്ട് ഓടുകയായിരുന്നു. പാണ്ടിക്കാർ കുഞ്ഞുങ്ങളെ പുറത്ത് കെട്ടിയിട്ടുകൊണ്ട് ഓടുന്ന കണ്ടിട്ടുണ്ടോ? ജോലിയൊക്കെ ചെയ്യാൻ സാധിക്കും. പിള്ളേരെ പുറത്ത് കെട്ടിയിട്ടുണ്ട് ജോലി ചെയ്യാൻ സാധിക്കും, ഓടാനും നടക്കാനൊക്കെ സാധിക്കും. മാതാവ് അങ്ങനെ ആദ്യമായി ഈ കൊച്ചിനെ പുറത്ത് കെട്ടിയിട്ടുകൊണ്ട് കുഞ്ഞോടി. അങ്ങനെ അത് ഈ വചനിപ്പിന്റെ സമയവും ബേത്ലഹേമിൽ കിട്ടിയ ആനന്ദവും ആസ്വദിച്ചിട്ടാണ് ഉറക്കളച്ചുകൊണ്ട് ഈ കൊച്ചിനെ കൊണ്ട് ഓടിയത്. നിങ്ങൾ എവിടെയെങ്കിലും ഉറക്കളച്ച് യേശുവിനെ കൊണ്ട് ഓടിയിട്ടുണ്ടോ? യേശുവിനെ കൊല്ലുന്ന ഹേരോദാവുണ്ടെന്നുള്ള പേടിയുണ്ടായാൽ വഴിമാറിപ്പോകാനും ഉറക്കളയ്ക്കാനും ഓടിപ്പോകാനും നമുക്ക് മനസ്സിലാഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ കുരഞ്ഞിരിക്കുന്നത്. നമ്മളിന്ന് ആരും യേശുവിനെ കാണാത്തതും കിട്ടാനും ഇന്നും ഇന്ത്യയിൽ 2% കിടക്കുന്നില്ല. ഉള്ളത് തന്നെ നാമതേ ക്രിസ്ത്യാനികളാണ്. ശരിയായ ക്രിസ്ത്യാനിയുണ്ട് ഒരു ശരിയ പീഡ വരാമെങ്കിൽ അറിയാം എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. ഇപ്പൊ തന്നെ ഒരു പീഡ വരാമെങ്കിൽ എത്ര എണ്ണം പള്ളി വരും? പള്ളി പോക്ക് വിലക്കിയിരിക്കുന്ന പറഞ്ഞൊരു കൽപ്പന വരികയാണെങ്കിൽ അവരെ കൊല്ലുമെന്ന് പറഞ്ഞാൽ വലിയൊരു പള്ളിയിൽ പോകുമോ? ശംഖ് നിവൃത്തോണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ അന്നേരം ക്രിസ്ത്യാനി ഉണ്ടാവുന്ന കാര്യം ഓർപ്പിക്കുന്നു. അപ്പൊ മാതാവിനെ വചനിപ്പിലും ഈ 9 മാസം യേശുവിന്റെ ഉള്ളിലെ വളർച്ചയിലും കിട്ടിയ സന്തോഷമാണ് കാൽവറി ക്രൂശിന്റെ ചുവട് വരെ യേശുവിന്റെ പുറകെ നടക്കാനും, കാൽവറി ക്രൂശിന്റെ ചുവടിൽ വേണമെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നോ, ഇവൻ എന്റെ മോൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ധീര്യമായി കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാൻ മഗ്ദല മറിയത്തിനും മറിയാമനും യോഹന്നാനും ഒക്കെ ധൈര്യം കൊടുത്തത് വചനിപ്പിന്റെ സന്തോഷമാണ്. വചനത്തിൽ കൂടി കിട്ടിയ സന്തോഷം ആണ് ഏത് കഷ്ടതയും സഹിപ്പാൻ, ഏത് നിന്ദയെ സഹിപ്പാനും ശക്തി കൊടുക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ആ സന്തോഷം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ വചനം മുഴുവൻ നമ്മുടെ ഹൃദയത്തിലാണ് ചേരണം. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 24 അധ്യായത്തിൽ കല്യാണം കഴിച്ചാൽ ഭർത്താവ് അവധിയെടുത്ത് ഭാര്യയെ സന്തോഷിപ്പിക്കണം 1 കൊല്ലം. വല്ല അമ്മമാര് സമ്മതിക്കുമോ ഈ കാര്യം? വല്ല നാത്തുമാര് സമ്മതിക്കുമോ? എടാ അത്രയ്ക്ക് പെങ്കോന്തരൊന്നും ആകണ്ട, ഇത്രയൊക്കെ മതിയെന്ന് പറഞ്ഞ് വിലക്കിടും. അതുകൊണ്ടാണ് കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ലെന്ന് പറഞ്ഞ് ആണും പെണ്ണുമായവരെ സൃഷ്ടിച്ചിട്ട് അവരെ ഒന്നാകണമെന്ന് പറഞ്ഞിട്ട് എല്ലാ ചുമതലകളിൽ നിന്ന് വിടർത്തി ഫ്രീ ആയിട്ട് അവരെ സന്തോഷിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് എത്ര പേരനുസരിച്ചിട്ടുണ്ട്?
അതുകൊണ്ട് ആ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നത്. 1-ാം കല്യാണവും 2-ാം കല്യാണവും 3ഉം പോയി ഒന്നുമില്ല നടക്കുന്നവരുണ്ട് ഇപ്പോഴും. ഇവിടെ വരുന്നുണ്ട് പലത്. എന്ന കാര്യം എന്നറിയാവോ? ശരിക്കും അവരെ സന്തോഷിപ്പിച്ചെങ്കിലേ അവർ പിന്നെയുള്ള വേദനകൾ സഹിക്കാനൊക്കെ ഉള്ളൂ. നിന്ദകളും ദുഷികളും വഴികളും ഏകാന്തതകളും പരിഹാസങ്ങളൊക്കെ സഹിക്കണമെങ്കിൽ സന്തോഷമായ ഒരു കൊല്ലം ആ കുടുംബജീവിതത്തിന് അടിത്തറ ഇടണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കുടിശ്ശിക തീർത്ത് അങ്ങനെ കുടുംബജീവിതക്കാർക്ക് കർത്താവിൽ സന്തോഷിക്കാനുള്ള അവസരം ഇനിയും ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട്, അതിന് തടസ്സമായ ആരെങ്കിലും നിന്നെങ്കിലും ക്ഷമ ചോദിച്ചുകൊണ്ട്, അതിന് കർത്താവിൽ സന്തോഷിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന് വേണ്ടി വേദന സഹിക്കാൻ സാധിക്കുന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരിക്കൽ കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി. യാതൊരു വേദത്തിന്റെ കണ്ണിനുണ്ടെന്നേക്ക് ഉണ്ടായിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, ഈ 2016 ക്രിസ്മസിൽ സംബന്ധിപ്പാൻ നമ്മളെ ആകർഷിച്ചിവിടെ കൊണ്ടുവന്ന കർത്താവിന് നമ്മൾ നന്ദി പറയുകയാണ്. സ്വർഗത്തിലെ ദൂതന്മാർ ആട്ടിടയന്മാരോടും അന്ന് അവിടെ യെരുശലേമിലുള്ളവരോടും പറഞ്ഞതായ കാര്യം നമ്മളോട് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആ സമാധാനം നദി പോലെ തരാമെന്നാണ് യെശയ്യാവ് 48:18 വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഹൃദയം സമുദ്രം പോലെ വിശാലമായാലേ നദി പോലെയുള്ള സമാധാനം ഉൾക്കൊള്ളാനൊക്കെ ഉള്ളൂ. ഒരു കുർബാനയുടെ മധ്യത്തിൽ പല പ്രാവശ്യം പുരോഹിതൻ നിങ്ങൾക്ക് കൈ ആവസിപ്പിച്ച് സമാധാനത്തിന് നദിയിൽ ഓളം അടിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറ്റുക. സമാധാനം എല്ലാവർക്കും കിട്ടിയോ? ആ സമാധാനം നദി പോലെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് കോരി ഒഴിച്ചു തരികയാണ്. അത് നദി പോലെ നമുക്ക് കിട്ടുന്നുണ്ടോ, അതോ അത് ഉണങ്ങിപ്പോവുകയാണോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ നദി പോലെ സമാധാനം വേണമെങ്കിൽ ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് അവിടെ. അതെന്താണ് ആ വ്യവസ്ഥ? കന്യമറിയാമനാണ് ആ കൃപായുഗത്തിൽ ആദ്യമായി നദി പോലെയുള്ള സമാധാനം കിട്ടാൻ തുടങ്ങിയത്. അതെ, ആ വാക്യം ഒന്ന് വായിക്കാവോ? അത് എത്രാമത്തെ വാക്യ? 48:18 ഒന്ന് വായിക്കാവോ? അയ്യോ നീ എൻ്റെ, അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകനാക്കായി അയ്യോ എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? സാധാരണ അയ്യോ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഭയാനകമായ പരിതാപകരമായ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞു. പ്രവാചകൻ മനുഷ്യ ഹൃദയങ്ങളെ നോക്കിയിട്ട് അയ്യോ എന്ന് വിളിച്ചു. കാരണം ആർക്കും സമാധാനമില്ല, എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുന്നു. എന്താ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്? ആ വാക്യം ഒന്ന് വായിക്കാവോ? നീ എന്റെ കൽപ്പനകളെ കേട്ട് അനുസരിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ എന്നാൽ നദി പോലെയും നീതി സമുദ്രത്തിലെ തിര പോലെയും വരുമായിരുന്നു അവർ. അപ്പൊ നീതിയുടെ അനുഭവം, സമാധാനത്തിന്റെ അനുഭവം നമുക്ക് ഇതുവരെയും തൃപ്തിയായിട്ടില്ല. കാരണം എന്താ? നമ്മുടെ ഹൃദയം ഇതുവരെ സമുദ്രം പോലെ ആയിട്ടില്ല. സമുദ്രത്തിന് പോലെ ഒരു തടാകം പോലെ ആയിട്ടുണ്ടോ? ഒരു നദി, ഒരു കുളം പോലെ ആയിട്ടുണ്ടോ? ഒരു കൊച്ചു കിണർ പോലെയെങ്കിലും ആയിട്ടുണ്ടോ? ഒന്നും ആയിട്ടില്ല. ഒരു പൊട്ടക്കിണർ പോലെ ഇരിപ്പുണ്ട്. അതിനകത്ത് ഒന്നും കിട്ടാനില്ല, കിട്ടിയാൽ തികയില്ല. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ ഈ പരിശുദ്ധ കന്യമറിയാമാണ് കൃപായുഗത്തിൽ ആദ്യമായി പഴയ നിയമത്തിലെ വചനങ്ങൾ മുഴുവനും ഹൃദയത്തിൽ ഇണചേർത്ത് ചിന്തിച്ച് ധ്യാനിച്ച ആള്. ഉൽപ്പത്തി തൊട്ട് മലാഖി വരെയുള്ള എല്ലാ പ്രവചന ഗ്രന്ഥങ്ങളും പരിശുദ്ധ കന്യമറിയാം രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരുന്നു. പള്ളിയിലായിരുന്നു താമസം. അങ്ങനെ മാതാവ് ഓരോ ദിവസവും വചനം ഇണചേർത്ത് ചിന്തിക്കുമ്പോൾ ഹൃദയം വികസിച്ചുകൊണ്ടേയിരുന്നു. ലോകത്തിലേക്ക് ഏറ്റവും വലിയ സുഖം ഏതാണെന്നൊക്കെ അറിയണോ? വചനം ഇണചേരുമ്പോൾ ഉണ്ടാകുന്ന സുഖമാണ്. മനസ്സിലായോ? എല്ലാ ജീവികൾക്കും ഇണചേരുമ്പോൾ കൊടുക്കുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം കൊണ്ടാണ് വംശം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ ഇണചേരൽ വളരെ സുഖകരമായ ഒരു അനുഭവമാണ്. പക്ഷെ അതിനുശേഷം വേദനയുണ്ട്. പക്ഷെ അത് ശരിയായില്ലെങ്കിൽ അത് വലിയ വൈകല്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. മനുഷ്യ ഹൃദയത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യ ഹൃദയത്തിൽ വെച്ച് ഇണവാക്യങ്ങൾ ഇണചേർന്നാൽ മതി, ഭയങ്കര സന്തോഷമാണ്. ലോകത്തിൽ ആര് തരുന്നതിനേക്കാൾ ഭയങ്കര ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം കൊണ്ട് ഏത് കഷ്ടതയും സങ്കടയും അതിജീവിക്കാൻ സാധിക്കുന്നുള്ളത് പരിശുദ്ധ കന്യമറിയാമാണ്. അങ്ങനെ ഹൃദയത്തിൽ വെച്ച് വചനങ്ങൾ ഇണചേർത്ത് സന്തോഷിച്ചയാള്. പഴയ നിയമത്തിലെ വചനങ്ങൾ മുഴുവൻ വായിച്ചിട്ട് അത് നിവൃത്തിയാകണമെന്ന് പ്രാർത്ഥിച്ചു. അതിനെ ഇണയെ തപ്പി ഇങ്ങനെ നടക്കുകയായിരുന്നു. ആ ഇണവാക്യങ്ങൾ ഗബ്രിയേൽ ദൂതൻ വന്ന് പ്രസംഗിച്ചപ്പോഴാണ് പൂർത്തിയായത്. അപ്പോൾ ഒരു പുഷ്പം പരാഗണത്തിന് വേണ്ടി ദാഹിച്ചു മോഹിച്ചു കഴിയുന്നത് പോലെ പരിശുദ്ധ കന്യമറിയാമിന്റെ ഹൃദയം താൻ പഠിച്ചു വെച്ചിരിക്കുന്ന വചനങ്ങളെ ഇണയെ തപ്പി നടക്കുകയായിരുന്നു. മാലാഖ ആ ഇണവാക്കിയാണ് കൊടുത്തത്. മാതാവിന്റെ ഹൃദയത്തിലെ വാഞ്ചി എന്നായിരുന്നു? കന്യഗർഭിണിയായ ഒരു മോനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ കാര്യം എപ്പോഴാണ് നടക്കുന്നത്? ആരിൽ നടക്കും? ആ കന്യ ഏതായിരിക്കും? സ്ത്രീയുടെ സന്തതി സർപ്പത്തെ തലയ്ക്കുമെന്ന് ആ ഉൽപ്പത്തി 3:15 വായിച്ചപ്പോൾ മാതാവിന്റെ വായന അവിടെ നിർത്തി. മണിക്കൂറുകൾ, ദിവസങ്ങൾ, വർഷങ്ങൾ ധ്യാനിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. അയ്യോ, ആ സ്ത്രീ ആരായിരിക്കും? പാപമാണ് തല ചതയ്ക്കണം. അതൊരു സ്ത്രീയുടെ സന്തതിയാണ്. ആ സ്ത്രീ ആരായിരിക്കും? ആ സന്തതി ആരായിരിക്കും? അത് എന്ന് നടക്കും? അതെപ്പോൾ നടക്കും? എന്നത്തെയും പ്രാർത്ഥന വിഷയം അതാ. ഈ 2 വാക്യങ്ങൾ ഇണചേർത്തപ്പോൾ അത് കന്യകയാണെന്ന് പറഞ്ഞപ്പോൾ കന്യാസ്ത്രീ ആരായിരിക്കും? ഈ അന്വേഷണത്തിൽ ദാഹിച്ചിരിക്കുമ്പോഴാണ് നീ തന്നെയാണ് ആ കന്യക, നീ തന്നെയാണ് ആ സ്ത്രീ എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അത്
മുമ്പ് പറയപ്പെട്ടതായ വാക്യങ്ങളും വന്ന വചനവും വരുന്ന വചനവും കൂടെ ഇണചേർന്ന് കഴിഞ്ഞപ്പോൾ ഹൃദയം സമുദ്രം പോലെ അങ്ങ് വികസിച്ചു, സന്തോഷമായി. അപ്പൊ നദി പോലെയുള്ള സമാധാനം ഒഴുകിച്ചെന്നു. അതുകൊണ്ടാണ് കൃപ പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാ. അപ്പൊ സമാധാനം നദി പോലെ കിട്ടണമെങ്കിൽ ഹൃദയം സമുദ്രം പോലെ വലുതായിരിക്കണം. അപ്പം നമ്മുടെ ഹൃദയം അതുപോലെ സമാധാനം ആസ്വദിക്കാൻ കഴിയാതെ വണ്ണം ഇടുങ്ങി ചുരുങ്ങിയിരിക്കുന്നു. ആ പ്രശ്നമാണ് പരിഹരിക്കേണ്ടത്. ഈ 25 ദിവസത്തെ നോമ്പ് 25ാമത്തെ ദിവസത്തോടെ എത്തിയിരിക്കുകയാണ്. നമുക്കും ആ സമാധാനം വേണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ചുരുക്കിക്കളഞ്ഞ ഇടുക്കിക്കളഞ്ഞതായ എല്ലാ അനുസരണക്കേടുകളോടും അശ്രദ്ധകളോടും അത്യാഗ്രഹങ്ങളോടും മൂഢതയോടും നമ്മൾ യാത്ര പറഞ്ഞ് മറിയാം എങ്ങനെ 13 വയസ്സ് വരെ പള്ളിയിൽ ജീവിച്ചോ അതുപോലെ നമ്മളും ജീവിക്കാമെങ്കിൽ നമുക്ക് ഈ ആനന്ദം കിട്ടും. ആ ആനന്ദം എല്ലാവരും ആസ്വദിച്ചതിന് ശേഷം എവിടെയെങ്കിലും ഭാരമുള്ള ചുമതലയ്ക്ക് പോകാവൂ. എല്ലാ ഭാരങ്ങളും നമ്മളെ വിടുവിച്ചിട്ട് നമുക്ക് വചനം ധ്യാനിക്കാൻ ദൈവം ഒരുക്കുന്ന അവസരമാണ് ദൈവസേനയിലുള്ള ധ്യാനം എന്നൊരു പ്രാർത്ഥന മുറികൾ നമുക്ക് ആ അവസരമാണ് തന്നിരിക്കുന്നത്. അതിലുള്ള കുറവ് പരിഹരിക്കാമെങ്കിൽ നമുക്ക് ഈ വലിയ ആനന്ദം കിട്ടും. ഈ ആനന്ദം കിട്ടിയിട്ടേ കുടുംബജീവിതത്തിലേക്ക് പോകാവൂ. ഈ ആനന്ദം കിട്ടിയിട്ടേ സന്യാസത്തിന് പോകാവൂ. സന്യാസമായാലും കുടുംബജീവിതമായാലും ഒത്തിരി കഷ്ടനഷ്ടങ്ങൾ അതിനകത്ത് വരും. പക്ഷെ അത് സഹിക്കണമെങ്കിൽ വചനം ഇണചേർന്ന സന്തോഷം കൊണ്ടേ അതിനെ ജയിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ 2 അനുഭവങ്ങൾ നിങ്ങളോട് പങ്കിടാൻ പോവുകയാണ്. കഴിഞ്ഞ 43 വർഷക്കാലത്തെ കൗൺസിലിങ്ങിന്റെയും ധ്യാനത്തിന്റെയും സുവിശേഷ വേലയുടെയും പൗരോഹിത്യ ജീവിതത്തിന്റെയും ഇടയിലെ ചില അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇപ്പം മാത്രമേ ഇത് പറയാനൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു പിതാവ് സങ്കടത്തോടെ എന്നോട് പറഞ്ഞൊരു കാര്യം. തൻ്റെ മൂത്ത മകളെ വിവാഹം കഴിപ്പിച്ചു. അവൾ ഗർഭിണിയായി. പ്രസവവേദനയുടെ സമയമായപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ പ്രസവ മുറിയിലേക്ക് മരുവിനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. അത് അവൾക്കൊരു ആശ്വാസമായിരിക്കുമല്ലോ എന്ന് വിചാരിക്കാതെ. പക്ഷെങ്കിൽ ആ പ്രസവവേദന അനുഭവിക്കുന്ന ആ ഭാര്യ ഭർത്താവിനെ കണ്ടപ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇറങ്ങൂടോ വിളിക്ക്, താൻ കാണും എനിക്ക് ഈ വേദന വന്നത്, ഇതന്നെ എനിക്ക് കാണണ്ട. അതിൻ്റെ അർത്ഥം എന്നാ? കുടുംബജീവൻ എന്ന് പറഞ്ഞാൽ സുഖം മാത്രമുള്ള ഒരു പരിപാടിയാണെന്ന് അവളുടെ വിചാരം. ഇതൊരു അപ്രതീക്ഷിതമായ പരിപാടി. ഇത് ഇയാൾ കാരണം എനിക്ക് വേദന വന്നിരിക്കും, ഞാൻ സുഖം കിട്ടുമെന്ന് വിചാരിച്ചാൽ ഞാൻ സംബന്ധിച്ച കല്യാണത്തെ സംബന്ധിച്ചതെന്ന് അവർക്ക് മാനസിക രോഗിയായി പോയെന്നാണ് പറയുന്നത്. അതിന് കാര്യം എന്നാണെന്നറിയാമോ? ഈ കുഞ്ഞിനെ താലോലിച്ചാണ് വളർത്തിയത്. 3 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പെൺപിള്ളേരെ താലോലിക്കരുതെന്നാണ് പറയുന്നത്. അതെവിടെയാണെന്നറിയാമോ? ഒക്കെ പ്രഭാഷകന്റെ പുസ്തകത്തിലുണ്ട്. 3 വയസ്സ് വരെ ശരിക്ക് പാല് കൊടുത്ത് ശരിക്കും അവരെ വളർത്തിയിട്ട് പിന്നെ അവരെ വരട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ അമിതമായി ലാളിക്കരുതെന്നാണ് പറഞ്ഞതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? 3 വയസ്സ് വരെ പാല് കൊടുത്ത് കുഞ്ഞിനെ വളർത്തിയതിന് ശേഷം കഷ്ടിച്ച് ജീവിക്കാനുള്ളത് മാത്രമേ കൊടുക്കാവൂ. അമിതമായ ലാളനയോ സ്നേഹമോ കൊടുക്കരുത്. എന്തിനാണെന്നറിയാവോ? ഈ വീട്ടിലെ മാതാപിതാക്കളുടെ സ്നേഹം കുറച്ച് ജീവൻ പോകാതെ ഇട്ടാൽ മതി. കല്യാണം കഴിഞ്ഞ് ഏറ്റവും അധികം സ്നേഹം കിട്ടേണ്ടത് എഴുന്ന ഭർത്താവിൽ നിന്നാണ്. എങ്കിലേ അവൾ അവിടെ നിൽക്കുകയുള്ളൂ. നേരെ മറിച്ച് കല്യാണത്തിന് ഏത് സമയത്ത് തൊട്ട് താലോലിച്ച് കൊണ്ട് നടന്നിട്ട് നീ ബോഡി എന്ന് പറഞ്ഞാൽ പോവോ? അവൾ വീട്ടിൽ ഒരു ചെറിയ വഴക്ക് കേൾക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയേക്കുക. വീട്ടിൽ പോയി നിൽക്കാൻ അവിടെ ഒന്നോടാനും പറയും. മനസ്സിലായോ? അപ്പൊ എൻ്റെ മകൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ഒന്നായി ജീവിക്കേണ്ടതാണ്. അവൾക്ക് കർത്താവും ഭർത്താവുമാണ് സ്നേഹവും സന്തോഷം കൊടുക്കേണ്ടത്. ഞങ്ങളുടെ ചുമതല കഴിഞ്ഞു. ഞങ്ങൾ അവളെ 3 വർഷം പാല് കൊടുത്ത് വളർത്തി. ഇനിയും അടുത്ത ഭർത്താവിന് വേണ്ടി അവളെ മെരുക്കുകയാണ്. അങ്ങനെ വെച്ചാൽ അവളെ ജീവൻ പോയാൽ അവിടെ കിടന്ന് മരിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ ഭർത്താവിന് ഈ കാര്യം മനസ്സിലായി. ഞാൻ താലോലിച്ചത് കൂടിപ്പോയി, അത് വേണ്ടായിരുന്നു. അവൾക്ക് ഇപ്പം അപ്പനോടും അമ്മയോടും മാത്രമേ താല്പര്യമുള്ളൂ. ഭർത്താവിന് വീട്ടുകാർ ഒരു താല്പര്യമില്ല. ഈ സുഖം മാത്രമുള്ള ഒരു പരിപാടി എന്ന് അവളെ തെറ്റിദ്ധരിച്ചു. എന്നാൽ അവൾ വേദനയോടെ മക്കളെ പ്രസവിക്കണമെന്നുള്ള വചനം വായിച്ചിരുന്നെങ്കിൽ, അത് ധ്യാനിച്ചേച്ച് പോയിരുന്നെങ്കിൽ വേദനയെ സ്വാഗതം ചെയ്തേനെ. കേട്ടോ? അപ്പൊ ആ ഒരു മാനസിക രോഗിയായിപ്പോയ ഒരാള് മാനസിക രോഗിയാക്കിയത് ആരാ? അപ്പനെയും അമ്മയും തന്നെയാണ്. അവർ അമിതമായി ലാളിച്ചു. ഈ വചനം പഠിപ്പിച്ചില്ല. വചനം പഠിച്ച് അവളെ കൊണ്ട് ഇത് വായിപ്പിക്കേണ്ടതായിരുന്നു. സ്ത്രീ ഗർഭം ധരിച്ചാൽ വേദനയോട് പ്രസവിക്കണം. അതിനകത്ത് അനുഗ്രഹമുണ്ട്. എങ്കിലേ ശാപം മാറുകയുള്ളൂ. ഈ ദൈവം തമ്പുരാൻ ആവായോട് പറഞ്ഞത് എനിക്കും വേണം. ഇനി ധ്യാനിക്കാൻ ഇവിടെ വന്ന ഒരു കുടുംബത്തിന്റെ കഥ. പ്രാർത്ഥന ദൈവഗീതപ്രകാരം പ്രാർത്ഥിച്ചു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഗർഭിണിയായി. പ്രസവത്തിന്റെ സമയം ആശുപത്രിയിൽ പോയി. ഇവിടെ ധ്യാനത്തിന് വന്നിട്ടുള്ള ദമ്പതികളാണ്. അവർ ഇത് ധ്യാനിച്ചിട്ടുണ്ട്. വേദനയോടെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത് നല്ലതാണെന്നുള്ള കാര്യം. ഡോക്ടർ പറഞ്ഞു സിസേറിയൻ ചെയ്താൽ കൊള്ളാം. കാരണം ഡോക്ടർമാർക്ക് സിസേറിയൻ ചെയ്താൽ കുറച്ച് പൈസ കൂടുതൽ കിട്ടുമല്ലോ. അതുകൊണ്ട് ചെയ്തേക്കട്ടെ, കീറട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ട, കീറണ്ട, വേദന ഞാൻ സഹിച്ചോളാമെന്ന്. എന്താ, എനിക്ക് വേദനയോടെ കുഞ്ഞിനെ പ്രസവിക്കണം, അത് എൻ്റെ ധർമ്മമാണ്, എനിക്കത് വലിയ ഒരു പ്രിവിലേജ്. ഇറ്റ് ഈസ് നോട്ട് എ ബേർഡൻ, ഇറ്റ് ഈസ് എ പ്രിവിലേജ് എന്ന് പറഞ്ഞ് എൻ്റെ വല്യമ്മച്ചക്ക് കിട്ടിയത് ആ വേദന എനിക്കും വേണം. അതെൻ്റെ കുഞ്ഞിൻ്റെ അനുഗ്രഹത്തിന് നല്ലതാണെങ്കിൽ എന്ന് സന്തോഷത്തോടെ ഭർത്താവും കൂടെ കയറി 2 പേരും കൈപിടിച്ചു പ്രാർത്ഥിച്ചു. വളരെ സുഖപ്രസവം കിട്ടി. നോർമൽ ഡെലിവറി.
ആ കൊച്ചു ഇവിടെ വന്നാൽ മുമ്പിൽ വന്ന് നിൽക്കും. കുർബാന അനുഭവിക്കാൻ ചാടി മുമ്പിൽ വരും, കൈകൂപ്പി നിൽക്കും, പ്രാർത്ഥിക്കും. 7 വയസ്സുണ്ടാ പയ്യൻ എവിടെ പോയാലും ഇവിടെ വരും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ ആ കുഞ്ഞിനെ വളർത്തിയത്, ആ മകളെ വളർത്തിയത് സുഖിക്കാനല്ല ജീവിതം, കർത്താവിൽ സന്തോഷിക്കാനും വചനം ധ്യാനിക്കാനും ദൈവേഷ്ടം നിരത്താനുമാണ്. സുഖത്തിനും ദുഃഖത്തിനും ഒരേ വില കൊടുത്തിട്ട് സുഖവും ദുഃഖവും ഇടകലർന്ന് മാറി മാറി വരും. ദൈവത്തിൽ സന്തോഷിച്ചിട്ട് ദുഃഖങ്ങളെ സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശയുടെ ധൈര്യം നിങ്ങൾ പിടിച്ചിട്ട് ദൈവത്തിന്റെ ഭവനം പണിക്കുള്ള ഒരു ആയുധമോ ഒരു സാധനമോ ആണ് കഷ്ടം. അത് വേണ്ടാന്ന് പറയാൻ പാടില്ല. അത് സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് മാതാവാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. മാതാവ്, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കിടക്കുമെന്ന് ആരാ പറഞ്ഞേ? ഈ കൊച്ചിനെയും കൊണ്ട് വന്നപ്പോൾ പറഞ്ഞ ആ മാതാവ് അത് ഹൃദയത്തിൽ കുറിച്ചിട്ടു. എൻ്റെ ഹൃദയത്തിൽ വാള് കിടക്കുന്ന വേദനയും കൂടി എനിക്ക് വേണം, എങ്കിലേ ലോകം രക്ഷപ്പെടുകയുള്ളൂ. സ്ത്രീയുടെ സർവ്വനില ചതയ്ക്കുന്ന പരിപാടിക്കിടയിൽ ഈ കൂടെ ഞാൻ നിന്ന വാൾ എൻ്റെ ഹൃദയത്തോട് കുത്തി കയറി പോകണം. ആ വേദന വേണം. എല്ലാ ദിവസവും മാതാവ് ആ വാളിനെ ധ്യാനിക്കുമായിരുന്നു. കർത്താവ് എല്ലാ ദിവസവും മലയിൽ പോയി പ്രാർത്ഥിച്ചത് കാൽവറി മല കാണുകയായിരുന്നു. ആ കാൽവറിയിൽ ഞാൻ എന്തെല്ലാം സഹിക്കേണ്ടി വരും, ആ കാൽവറിയിലേക്കുള്ള പോക്ക് ഞാൻ എവിടെയെല്ലാം വീഴേണ്ടി വരും, എവിടെയെല്ലാം മുട്ടുകുത്തി തകരേണ്ടി വരും. ഇതെല്ലാം താൻ നേരത്തെ കണ്ട് ധ്യാനിച്ച് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ടാണ് നിവൃത്തിയായെന്ന് പറഞ്ഞ വാനത്ത്. ധ്യാനത്തിന്റെ ഗുണം ഇതാണ്. വചനപ്രകാരം കിട്ടേണ്ടത് കിട്ടാനും പോകേണ്ടത് പോകാനും സകലവും യേശുവിന് വേണ്ടി സഹിക്കാനും സാധിക്കണം എന്നുള്ള കാര്യത്തോട് പഠിപ്പിക്കുക. മാതാവിന്റെ എൻ്റെ മാതാവ് പറയുന്ന ഒരു സങ്കീർത്തനമുണ്ട്. മറിയാൻ പറഞ്ഞതിന്റെ ദേഹി കർത്താവിനെ പോഴ്ത്തുന്നു എന്നുള്ള ആ സങ്കീർത്തനം എല്ലാ രാത്രി പ്രാർത്ഥനയിലും പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുക. രാത്രി പ്രാർത്ഥനയിൽ പകലുണ്ടായ കഷ്ടനഷ്ടങ്ങളെല്ലാം സഹിക്കുകയും വഹിക്കുകയും ചെയ്യുന്ന മാതാവിനോടുകൂടെ മാതാവ് പറഞ്ഞ, മക്കളെ നീ എൻ്റെ കൂടെ ഈ സങ്കീർത്തനം ഒന്ന് പാട്. ഞാൻ കർത്താവിനെ അവൻ അന്ത്യശ്വാസം വലിക്കുന്നവരെ കൂടുതൽ സഹായിച്ചത് വേദനയുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ന് പറഞ്ഞ് എല്ലാ രാത്രി പ്രാർത്ഥനയിലും ഈ മറിയാമിന്റെ പാട്ട് പാടിയതിനു ശേഷമാണ് തിരുശീല മാറ്റി ഹല്ലേലൂയ പാടി നമ്മൾ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് വന്ന് പകൽ സമയത്ത് വരുന്ന ഏത് കുരിശിന്റെ അനുഭവം ധൈര്യമായി നേരിടാനുള്ള ശക്തി ആ മാതാവിന്റെ പാട്ടിനകത്തുണ്ട്. ആ പാട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുന്നേക്കാം. മാതാവിന്റെ ബാങ്കിൽ നിന്ന് ആ അനുഗ്രഹം കടം തരാൻ പോവുക. നമ്മൾ കർത്താവിൽ സന്തോഷിച്ചാൽ മാത്രമേ നമ്മുടെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നിടയിലെ വേദന നമുക്ക് സഹനീയമായി തീരും, അല്ലെ അസഹനീയമായി ഭ്രാന്ത് പിടിച്ചു പോകും. ഭ്രാന്ത് പിടിക്കാതിരിക്കണമെങ്കിൽ നമുക്കതിനു വേണ്ടി ഇപ്പോൾ മാതാവ് ഇറങ്ങി വന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ആ കർത്താവിനോട് ഏൽപ്പിച്ചിരിക്കുന്ന ധർമ്മങ്ങൾ ചെയ്യുന്നതിനകത്ത് എന്ത് വേദനയുണ്ടെങ്കിലും എന്ത് കഷ്ടതയുണ്ടെങ്കിലും അത് വചനം ധ്യാനിച്ച് വചനത്തിൽ കൂടെ കിട്ടുന്ന സമാധാനത്തിന്റെ നദി നമ്മൾ കവിഞ്ഞൊഴുകി 1000 തലമുറയ്ക്ക് വരെ മുമ്പോട്ടും പുറകോട്ടും പോകേണ്ടതാണെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മാതാവിനോടൊപ്പം ആ അനുഗ്രഹം നമ്മൾ കടമാകുകയാണ്. ഇപ്പോഴും അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ സുഖത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് വികലമായി പോയതുകൊണ്ടാണ് നമുക്ക് ഇന്ന് സന്തോഷിക്കാനൊക്കാത്തത്. വചനം ശരിക്ക് ധ്യാനിക്കുകയാണെങ്കിൽ കഷ്ടങ്ങളിൽ കൂടെ മാത്രം കിട്ടുന്ന സിദ്ധികളുണ്ട്. കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കിയാൽ പ്രത്യാശയുടെ ധൈര്യം മുറിപിടിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ ഭവനമാകും. ദൈവത്തിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ സ്വർഗം. ഈ ഭൂമിയിൽ താമസിക്കുന്ന നമുക്ക് സ്വർഗം പണിയാൻ വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന സാധനങ്ങളാണ് കഷ്ടതകൾ. അത് കൊള്ളരുതാഴിയെ കാണിച്ചിട്ടല്ല, നന്മ ചെയ്തിട്ട് കഷ്ടത വരാം. 2 തരം കഷ്ടതകൾ, വേണ്ടാത്ത കഷ്ടതയും വേണ്ടിയ കഷ്ടതയും. നന്മ ചെയ്തിട്ട് വരുന്ന കഷ്ടതകളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്താൽ അതിനെ സ്വർഗം പണിയാനുള്ള സാധനമായിട്ട് കർത്താവ് മാറ്റിത്തരും. 2 കൊരിന്ത്യർ 6 അധ്യായത്തിൽ 18 തരം കഷ്ടതകളെ 18 തരം സിദ്ധികളാക്കിയിട്ട് പൗലോസ് ശ്ലീഹ തന്റെ ഉള്ളിൽ സ്വർഗം പണിതു. ആ സ്വർഗത്തിൽ അനേകരെ കയറ്റി, അനേകർക്ക് ആ സ്വർഗത്തിലേക്ക് കയറാനുള്ള വഴി ഒരുക്കി കൊടുത്തു. താൻ ധൈര്യമായി തൻ്റെ രക്തസാക്ഷി മരണം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയായിരുന്നു. യേശുവിന് വേണ്ടി കൊല്ലപ്പെടണമെന്ന് പറഞ്ഞ് താൻ നേരത്തെ സ്വപ്നം കണ്ട കാര്യമാണ്. നേരത്തെ താൻ അത് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടാണ് റോമിലേക്ക് പോയത്. തനിക്ക് വേണമെങ്കിൽ തൻ്റെ പേരിലുള്ള കള്ളക്കേസുകളെല്ലാം ഇല്ലാതായതാ. അപ്പം എനിക്ക് എൻ്റെ കേസ് തീരണ്ട, ഈ താന്ന കോടതിയിൽ എൻ്റെ കേസ് തീരണ്ട, സുപ്രീം കോടതിയിൽ, അതായത് കൈസറുടെ അടുത്ത് പോയി കേസ് തീർന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രതിയായി തന്നെ താൻ റോമിലേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് രക്തസാക്ഷിയാകുവാൻ, അല്ലെ വെറുതെ വിടണ്ട. എനിക്ക് യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകണം. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന കഷ്ടങ്ങളെ മുഴുവൻ സിദ്ധികളാക്കണം. അത് അനേകരെ നേടാൻ വേണം. ആ വലിയ ഉൾക്കാഴ്ചയോടുകൂടി താൻ കിട്ടിയതായ ആ കേസ് ഇല്ലാതാക്കുന്ന ആ പരിപാടി. അന്നത്തെ ജഡ്ജി പറഞ്ഞ ഇയാളുടെ പേരിൽ ഒരു കുറ്റവുമില്ല, ചുമ്മാ ഇയാൾ എന്തിനാണ് ഞാൻ പിടിച്ചോണ്ട് വന്നത്, ഇയാളെ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോഴാ പറഞ്ഞു, എന്നെ ഇപ്പോൾ വെറുതെ വിടണ്ട, ഈ കേസ് ഇപ്പോൾ ഇവിടെ തീർക്കണ്ട, ഇത് കൈസറ് റോമിൽ വെച്ച് തീർത്താച്ചാൽ മതി. അതുകൊണ്ടുള്ള ഗുണം എന്നാ, ഗവൺമെന്റ് ചെലവിൽ റോമിലേക്ക് ഒരു യാത്ര കിട്ടി. പോയ വഴിക്ക് കപ്പലേ ഉണ്ടായിരുന്ന പടയാളികൾ കുറ്റവാളികളെ മുഴുവൻ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചു. പോയ വഴിക്ക് തൻ്റെ കപ്പൽ ഛേദത്തിൽ സന്തോഷിച്ചിട്ട് ഒരു പലകപ്പുറത്ത് കയറി ഒരു ദ്വീപിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ദ്വീപിലെ പ്രമാണിക്ക് സുഖമില്ല. താൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം ലഭിച്ചു. അപ്പോൾ അവർക്ക് വിശ്വാസം ഉണ്ടായി. ദ്വീപിലുള്ളവർ മുഴുവൻ വിശ്വാസികളായി.
കപ്പൽ ശേഖരത്തിൽ അവിടെ സാധനം മുഴുവൻ വെള്ളത്തിൽ കളയേണ്ടി വന്നെങ്കിലും അടുത്ത യാത്രയ്ക്ക് ആവശ്യമുള്ള സാധനം ഈ ദ്വീപുകാരെ കയറ്റി കൊടുത്തു. ഒരു കപ്പൽ നിറയെ സാധനം. അപ്പൊ അങ്ങനെ അവരെല്ലാം വലിയ സന്തോഷത്തോടെ, എന്തുകൊണ്ടാണ്? കഷ്ടതയെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ആ ദ്വീപുകാരെ കിട്ടിയത്, ആ കുറ്റവാളികളെ കിട്ടിയത്. റോമിൽ പോയി ഗവൺമെന്റ് ചെലവിൽ അനേക മാസങ്ങൾ ജയിലിൽ കിടക്കാനെത്തു. ആ ജയിലിനെ ധ്യാനമന്ദിരമാക്കി. അവിടെ വെച്ച് ഗവൺമെന്റ് ചെലവിൽ പട്ടാളക്കാരത്തിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ മാനസാന്തരപ്പെട്ടു. ആ റോമിലെ കൈസറുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥന്മാരും ക്രിസ്ത്യാനികളായി. അവരുടെ എല്ലാം സ്നേഹിതനായി അവർക്കെല്ലാം വിശ്വാസം പകർന്നു കൊടുക്കാൻ കഷ്ടതയെ സ്വാഗതം ചെയ്തതുകൊണ്ടാണ്. കഷ്ടതയുടെ മാധുര്യം ദൈവസ്നേഹമുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. സ്നേഹമുള്ളവർക്ക് വേണ്ടി കഷ്ടതപ്പെടുന്ന ഒരു മധുരമാണെന്നറിയാവോ? സ്നേഹമുള്ളവർക്ക് വേണ്ടിയുള്ള കഷ്ടത കയ്പല്ല, മധുരം. അതൊരു പ്രിവിലേജാണ്. അതുകൊണ്ട് യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കണമെങ്കിൽ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇണചേരണം. മാതാവിന് ഈ കുരിശിന്റെ ചുവട്ടിൽ പോയി ധൈര്യമായി നിൽക്കാൻ കഴിഞ്ഞത് വചനിപ്പ് മുതൽ തന്റെ ഹൃദയത്തിൽ വചനങ്ങൾ ഇണചേർന്നപ്പോഴത്തെ സുഖം നദി പോലെ സമാധാനം ഒഴുകി വന്നുകൊണ്ടിരിക്കുക. അത് അനേകരിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഭവം നിങ്ങൾക്ക് വേണോ? ഇത് കിട്ടിയിട്ടേ നിങ്ങൾ എവിടെയെങ്കിലും പോകാവൂ, എവിടെയെങ്കിലും ജോലിക്ക് പോകാവൂ, ഏതെങ്കിലും ചുമതല ഏൽക്കാവൂ. അപ്പോൾ ഏത് ഭാരത്തെയും, ഏത് സങ്കടത്തെയും, ദുഃഖത്തെയും സന്തോഷത്തോടെ വായിക്കാൻ സാധിക്കും. വെറും പൂജ്യത്തിലാണ് ഈ സങ്കേതഭവനം ഓടുന്നതെന്ന് അറിയാവും. ഒരു ശമ്പളവും തരാനില്ല, ഒന്നും ആരും തരാനില്ലെങ്കിൽ തരുന്നത് മുഴുവൻ സാധുക്കൾക്ക് വേണ്ടി, സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി, അനാഥർക്കും വിധവമാർക്കുമായി ഇത് മുഴുവൻ ഊറ്റി കൊടുത്തിട്ട് അന്നന്നത്തെ കാര്യം ദൈവം ഭംഗിയായി നടത്തുന്നതിന്റെ സന്തോഷം കൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം വചനം ഇണചേരുവാൻ ഹൃദയം വികസിച്ച് കിട്ടിയാൽ മതി. ആ വികസിക്കുന്ന ഹൃദയത്തിൽ സമാധാനം ഒഴുകി വന്നാൽ മതി. അത് അനേകരുമായി പങ്കെടുപ്പോൾ അത് ഇരട്ടിയാവും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ സന്ദേശം നിങ്ങളുമായി പങ്കിടുന്നു. അതുകൊണ്ട് വചനപ്രകാരം നമ്മുടെ ദേഹിയുടെ മണ്ഡലം ഒരു സ്ത്രീയാണ്, ഒരു കന്യകയാണ്. ആ കന്യകയ്ക്ക് ഒത്തിരി ദുഃഖം വരുന്നത് നല്ലതാണ്. അത് കർത്താവിൻ്റെ അടുത്ത് പോയി ആശ്രയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഭർത്താവിലും മാത്രമേ ആശ്രയിക്കാവൂ. കല്യാണം കഴിച്ച ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ ഭർത്താവിലും മാത്രമേ ആശ്രയിച്ച് സന്തോഷം കണ്ടെത്താവൂ. ഭർത്താവില്ലാത്ത സ്ത്രീയാണെങ്കിൽ, അല്ലെങ്കിൽ വിധവയാണെങ്കിൽ, ആ ഭർത്താവ് കൊടുക്കുന്ന സ്നേഹം കൂടെ കർത്താവ് കൊടുക്കുന്നു. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. അങ്ങനെ കർത്താവിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വീട്ടിലും നാട്ടിലും എല്ലാം ഈ പോരുകളും മത്സരങ്ങളും വിടവുകളും തകഴ്ചകളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഞാൻ സമാധാനമല്ല വാളത്ര വരുത്താൻ വന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന മത്തായി 10:34 മുതലുള്ള ഭാഗത്ത് പറയുന്നത് കർത്താവും കൂടി വഴക്കുണ്ടാക്കും. എന്തിനാ? കർത്താവിൽ ആശ്രയിക്കാൻ. അപ്പൊ കർത്താവിൽ ആശ്വാസമുള്ളതെന്ന് അറിയാൻ വേണ്ടി കർത്താവ് എല്ലാ തന്ന ബന്ധങ്ങളെ കർത്താവ് തന്നെ വെട്ടിമുറിക്കും. എന്ന് നീ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിനക്ക് സ്നേഹം തരാം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ അവരെ സ്നേഹിക്കാം. അപ്പൊ വളരെ മനോഹരമായിരിക്കും. കർത്താവിൽ കൂടി അല്ലാത്ത ബന്ധമെല്ലാം കർത്താവ് വെട്ടിമുറിക്കും. എന്നിട്ട് കർത്താവിനുള്ള ബന്ധം സജീവമാക്കുന്ന എല്ലാ ബന്ധവും കൂട്ടിച്ചേർക്കും. പിന്നെ അങ്ങനെ ഒരു ഇടയന് ഒരു തൊഴുത്തുവാകുന്ന അനുഭവം വരാൻ വേണ്ടി പലതും പൊളിച്ചു പണിയേണ്ടി വരും, പലതും മുറിച്ചു കൂട്ടിച്ചേർക്കേണ്ടി വരും. അത് വളരെ മനോഹരമാണ്, രുചികരമാണ്. നമുക്കിവിടെ ഈ ധ്യാനം ഇവിടെ സമാഹരിക്കാം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ എല്ലാവരെക്കാളധികം കർത്താവിനെ സ്നേഹിച്ച് നമ്മുടെ ഹൃദയം ഇണചേരുന്ന ആ വചനങ്ങൾക്ക് വേദിയായി മാറി അങ്ങനെ സന്തോഷം നദി പോലെ ഏറ്റുവാങ്ങാൻ ഏർക്ക് കൊടുത്ത് ജന്മസാഫല്യമുടയുവാൻ ഈ ക്രിസ്മസ് ആഘോഷം ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കിട്ടുന്ന സന്തോഷമാണ് വരാൻ പോകുന്ന ധർമ്മം നിർവഹിക്കുന്നതിനിടയിലെ കഷ്ടനഷ്ടങ്ങളെ സന്തോഷത്തോടെ സഹിക്കാൻ നമ്മൾക്ക് ശക്തി നൽകുന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ആ ക്രിസ്മസിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ആശംസ തരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ മാതാവിന്റെ പുകഴ്ച പെരുന്നാൾ രാവിലെ 7 മണി തൊട്ട് 8:30 തീരുന്നതായിരിക്കും. നാളെ കഴിഞ്ഞത്തെ ശിശുവധ പെരുന്നാൾ അതുപോലെ 7 തൊട്ട് 8:30 വരെ ഇവിടെ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിൽ സംബന്ധിച്ച് നിങ്ങൾ അനുഗ്രഹം ഭാവിക്കുന്ന ആദ്യം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യജമാനൻ വരുമ